ഹരി ഓം. ദശകം 66, ശ്ലോകം 6. സുമധുരനർമാലപനൈഃ കരസംഗ്രഹണൈശ്ച ചുംബനോല്ലാസൈഃ ഗാഢാലിംഗനസംഗൈസ്ത്വമംഗനാലോകമാകുലീജഗൃഷേ. സുമധുരനർമ്മ ആലപനൈഃ സുമധുരനർമ്മ ആലപനൈഃ സുമധുരനർമാലപനൈഃ കരസംഗ്രഹണൈഃ ച കരസംഗ്രഹണൈശ്ച ചുംബന ഉല്ലാസൈഃ ചുംബനോല്ലാസൈഃ കരസംഗ്രഹണൈശ്ച ചുംബനോല്ലാസൈഃ ഗാഢ ആലിംഗനസംഗൈഃ ഗാഢാലിംഗനസംഗൈഃ ത്വം അംഗനാലോകം ആകുലീജഗൃഷേ. ത്വം അംഗനാലോകമാകുലീജഗൃഷേ. മൂന്നാമത്തെ വരി നാലാമത്തെ വരി ചേർത്ത് വായിക്കുമ്പോൾ ഗാഢാലിംഗനസംഗൈസ്ത്വമംഗനാലോകമാകുലീജഗൃഷേ. സുമധുരനർമാലപനൈഃ കരസംഗ്രഹണൈശ്ച ചുംബനോല്ലാസൈഃ ഗാഢാലിംഗനസംഗൈസ്ത്വമംഗനാലോകമാകുലീജഗൃഷേ. ശ്ലോകം 6 അന്വയവും അർത്ഥവും. സുമധുരനർമാലപനൈഃ കരസംഗ്രഹണൈഃ ചുംബനോല്ലാസൈഃ ഗാഢാലിംഗനസംഗൈഃ ച ത്വം അംഗനാലോകം ആകുലീജഗൃഷേ. സുമധുരനർമാലപനൈഃ സുമധുരനർമാലപനൈഃ ഈ കർണാനന്ദകരങ്ങളായിട്ടുള്ള ആ കളിവാക്കുകൾ കൊണ്ടും കരസംഗ്രഹണൈഃ ആ കൈകൾ കോർത്തു പിടിച്ചും ചുംബനോല്ലാസൈഃ ചുംബനങ്ങളെ കൊണ്ടും പലതരത്തിലുള്ള ചുംബനങ്ങളെ കൊണ്ടും അവരെ ഉല്ലസിപ്പിച്ചും ഗാഢാലിംഗനസംഗൈഃ ച മുറുകെ കെട്ടിപ്പുണർന്ന് ആ ഉണ്ടാകുന്ന ശരീരസ്പർശങ്ങൾ കൊണ്ടും ത്വം അംഗനാലോകം ആകുലീജഗൃഷേ നിന്തിരുവടി ആ ഗോപിമാരെ മുഴുവനും ആനന്ദതരളിതങ്ങളാക്കി. അപ്പോൾ ആ കേൾക്കുവാൻ ഇമ്പമുള്ള കളിവാക്കുകൾ കൊണ്ട് ഗോപികകളുടെ ആ കാമപാരവശ്യത്തെ ഇരട്ടിപ്പിച്ചു. അനന്തരം കൈകൾ കോർത്തു പിടിച്ചും ഓരോരോ അവയവങ്ങളിലും മുഖങ്ങളിലും ശരീരഭാഗങ്ങളിലുമൊക്കെ പലതരത്തിലുള്ള ചുംബനങ്ങൾ കൊടുത്തും മെയ്യോടുമെയ് ചേർന്നുള്ള ഗാഢാലിംഗനങ്ങളൊക്കെ ചെയ്തും ഗോപികമാരെ ആ ലജ്ജയില്ലാത്തവരാക്കി മാറ്റി. എന്നിട്ടോ കാമപാരവശ്യത്തിൻ്റെ ആ ഒരു ദുസ്സഹാവസ്ഥയിലേക്ക് തള്ളിവിട്ടു ഭഗവാൻ അവരെ. സുമധുരനർമാലപനൈഃ കരസംഗ്രഹണൈശ്ച ചുംബനോല്ലാസൈഃ ഗാഢാലിംഗനസംഗൈസ്ത്വമംഗനാലോകമാകുലീജഗൃഷേ.